നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ മെഡിക്കൽ കോളേജിന്റെ ചിറകരിയുന്നു. കരാറുകാരും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബിയും. മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിനുള്ള കരിങ്കല്ല് ക്രഷർ യൂണിറ്റുകൾക്ക് മറിച്ചു വിൽക്കുന്നു. ലോഡ് കണക്കിന് മണ്ണ് വിറ്റഴിച്ച് അനധികൃത വയൽ നികത്തലും. വാർത്ത ഞെട്ടിക്കുന്നതെന്ന് KL പൗലോസ്. അട്ടിമറിക്കെതിരെ അതിശക്തമായ സമരം നടത്തുമെന്ന് NO ദേവസ്യ. വയനാട് ന്യൂസ് എക്സ്ക്ലൂസീവ്. വിജിലൻസ് റിപ്പോർട്ടിൽ വയനാട് DTPC നടപടി തുടങ്ങി. ഉന്നതർക്ക് സ്ഥാനചലനം. വയനാട് ന്യൂസ് ബ്രേക്കിംഗ്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത അട്ടിമറി ശ്രമത്തിനെതിരെ പ്രതിഷേധം പടരുന്നു. കേരളത്തിൽ കർഷകരെ പ്രതിസന്ധിയിൽ തള്ളിയിട്ടത് UDF ഭരണമെന്ന് CPI ദേശീയ സമിതി അംഗം CN ചന്ദ്രൻ. അമ്പുകുത്തി ഗോവിന്ദമൂല ശിലാചിത്രങ്ങളുടെ വിശദ പഠനത്തിന് പുരാവസ്തു വിദഗ്ധ സംഘം ജില്ലയിലെത്തും. വിദ്യാഭ്യാസ വായ്പയെടുത്തവർക്കെതിരെ പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലയിൽ ബാങ്കുകളുടെ ജപ്തി ഭീഷണി. SSLC പരീക്ഷയിൽ ചരിത്ര വിജയവുമായി SPC കേഡറ്റുകൾ. പരീക്ഷ എഴുതിയ 710 പേരും വിജയിച്ചു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കൽപ്പറ്റ പുളിയാർമലയിൽ വയനാട് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട ലോഡ് കണക്കിന് കരിങ്കല്ല് ഉദ്യോഗസ്ഥ ഒത്താശയോടെ കരാറുകാർ ക്രഷർ യൂണിറ്റുകൾക്കും സ്വകാര്യ വ്യക്തികൾക്കും മറിച്ചുവിൽക്കുന്നു എന്ന റിപ്പോർട്ട് വയനാട് ന്യൂസ് ഇന്ന് വീണ്ടും സംപ്രേഷണം ചെയ്യുകയാണ്. മെഡിക്കൽ കോളേജ് റോഡ് നിർമ്മിക്കാനുള്ള കരിങ്കല്ല് ടിപ്പർ ലോറികളിൽ കടത്തുന്നത് സംബന്ധിച്ച ന്യൂസ് എക്സ്ക്ലൂസീവ് ഇന്നലെയാണ് വയനാട് ന്യൂസ് പുറത്തുവിട്ടത്. അനൂപ് വർഗീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് മെഡിക്കൽ കോളേജിന്റെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്തു നിന്നും നൂറുകണക്കിന് കരിങ്കൽ ലോഡുകളാണ് കരാറുകാരൻ കടത്തിക്കൊണ്ടുപോകുന്നത്. പരസ്യമായ ഈ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നത് ഒരുപറ്റം ഉദ്യോഗസ്ഥരും. വയനാടൻ ജനതയുടെ സ്വപ്ന പദ്ധതിയായ വയനാട് മെഡിക്കൽ കോളേജ് റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കേണ്ട കരിങ്കല്ലുകളാണ് കരാറുകാരൻ ലോഡ് കണക്കിന് ടിപ്പർ ലോറിയിൽ കടത്തുന്നത്. കരിങ്കല്ലിന് ആവശ്യക്കാരെന്ന വ്യാജേനെ കരാറുകാരന്റെ സഹായിയെ ഞങ്ങൾ സമീപിച്ചു. കുറെ മുമ്പ് ആൾക്കാർ കുറെ ബുക്ക് ചെയ്ത് അവര് ജിയോളജി പോയി ബില്ല് എടുത്തിട്ട് കൊടുത്തു. ആകെ ഒരു 10-15 ബില്ലുള്ളൂ. എത്ര രൂപ? 400-4000 തന്നു. ചെറുതിന് എങ്ങനെ റേറ്റ് അറിയില്ല. മണ്ണ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നായിരുന്നു. മണ്ണിപ്പോ നടക്കൂല. വെള്ളം കിട്ടി ചുണ്ടേലൊക്കെ അടിക്കോ? എങ്ങനെ മണ്ണോ? നല്ല കല്ല്. നിലവിൽ പൊട്ടിച്ച ഭൂരിഭാഗം കല്ലുകൾ ആവശ്യക്കാർക്ക് നൽകിയെന്നും നിലവിലുള്ള ലോഡുകൾക്ക് ആവശ്യക്കാർ ആയിപ്പോയെന്നും കരാറുകാരന്റെ സഹായി പറഞ്ഞു. അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ മാനന്തവാടിയുള്ള ഏജന്റിനെ സമീപിച്ചാൽ റെഡിയാക്കി തരാമെന്നും പറഞ്ഞു. ജിയോളജി തടസ്സമാകില്ലേ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് അതൊക്കെ ഏജന്റ് റെഡിയാക്കിക്കോളുമെന്നും മറുപടിയും പറഞ്ഞു. ജോജൻ എന്ന് പറഞ്ഞ ആളുണ്ട് മാനന്തവാടി. മൂപ്പരോട് ബന്ധപ്പെട്ടാൽ കിട്ടും. ഈ വണ്ടിയൊക്കെ മൂപ്പർക്കൊക്കെ പഠിക്കുന്നുണ്ട്. 4 കോടി രൂപയ്ക്കാണ് മെഡിക്കൽ കോളേജ് റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്ക് ടെൻഡർ നൽകിയത്. 3 മാസത്തിനുള്ളിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് ഉടമ്പടി. നിലവിൽ മെഡിക്കൽ കോളേജ് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ മണ്ണ് കോറി ഖനന മാഫിയ പ്രവർത്തനമാണ് നടക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നിർമ്മാണത്തിൽ യാതൊരു പുരോഗതിയുമില്ല. എന്നാൽ ഇതിനകം ലക്ഷങ്ങളുടെ കല്ലുകളാണ് ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയത്. ജിയോളജി വകുപ്പിന്റെ അനുമതിയുണ്ടെന്ന് പറഞ്ഞാണ് കല്ലുകൾ കരാറുകാരൻ കടത്തുന്നത്. വയനാടിനൊപ്പം പ്രഖ്യാപിച്ച മറ്റു മെഡിക്കൽ കോളേജുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടും വയനാട് മെഡിക്കൽ കോളേജ് റോഡിന്റെ നിർമ്മാണം പോലും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. മെഡിക്കൽ കോളേജ് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട കല്ലുകളാണ് കരാറുകാരൻ കടത്തിക്കൊണ്ടുപോകുന്നത്. വയനാടിനൊപ്പം പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജുകളെല്ലാം പ്രവർത്തനം ആരംഭിച്ചപ്പോൾ
വയനാട് മെഡിക്കൽ കോളേജിന്റെ റോഡ് നിർമ്മാണം പോലും ഉച്ചഴിയും വേഗത്തിൽ ഇഴയുകയാണ്. കൽപ്പറ്റയിൽ നിന്നും വയനാട് ന്യൂസ് വാർത്തകൾക്ക് വേണ്ടി അനൂപ് വർഗീസ്. പുളിയാർമലയിൽ നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന്റെ പേരിൽ നടക്കുന്നത് ലക്ഷങ്ങളുടെ മണ്ണു ബിസിനസ് എന്ന ആരോപണം. സ്ഥലത്തുനിന്ന് കടത്തുന്ന മണ്ണ് പട്ടാപ്പകൽ നിയമം ലംഘിച്ച് വയൽ നികത്താൻ ഉപയോഗിക്കുകയാണ്. വയനാട് മെഡിക്കൽ കോളേജ് ഭൂമിയിൽ നിന്നും എടുക്കുന്ന മണ്ണ് വ്യാപകമായി വയൽ നികത്താൻ ഉപയോഗിക്കുകയാണ്. കൽപ്പറ്റ നഗരസഭ, മുട്ടിൽ, കോട്ടത്തറ പഞ്ചായത്തുകളിൽ ഏക്കർ കണക്കിന് വയലുകളാണ് ഇത്തരത്തിൽ മണ്ണിട്ട് നികത്തിയത്. കരാറുകാരും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് മണ്ണെടുപ്പ് നടക്കുന്നത്. നിലവിൽ മണ്ണില്ലാത്തതിനാൽ സർക്കാരിന്റെ നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് കരാറുകാരൻ സ്വകാര്യ വ്യക്തിക്ക് മണ്ണ് വിറ്റ് അഴിമതി നടത്തുന്നത്. സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് ഈ മണ്ണ് ഉപയോഗിക്കാം. നമുക്കറിയാം, തുർക്കി പാലം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ അപ്രോച്ച് റോഡ്, ബിൽഡിങ്ങുകളിൽ ഫില്ല് ചെയ്യാൻ ആവശ്യമായ ഒരുപാട് പദ്ധതികളുണ്ട്. എന്നാൽ അതൊന്നും ഒരു മുൻധാരണയോ പ്ലാനിങ്ങോ ഇല്ലാതെ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ലാഭം കൊയ്യാൻ വേണ്ടി ഒരു മാഫിയ, മണ്ണ് മാഫിയ എന്ന് തന്നെ പറയണം, ആ രൂപത്തിൽ നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന്റെ മണ്ണ് വിറ്റുകൊണ്ടിരിക്കുന്ന, പൈസയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന വളരെ മോശം ഒരു പ്രകടനം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മറവിൽ കൽപ്പറ്റ നഗരത്തിലെ സ്റ്റേഡിയത്തിന് വേണ്ടി, മരവൽ സ്റ്റേഡിയത്തിന് വേണ്ടി മണ്ണ് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മറവിൽ ഇവിടുത്തെ സ്വകാര്യ വ്യക്തികൾക്ക്, ഇവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് മണ്ണ് വലിയ വിലക്ക് കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ഭരണസമിതി അംഗങ്ങളും MLA അടക്കമുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഞ്ച് സെന്റ് സ്ഥലം നികത്തി പാവപ്പെട്ടവൻ ഒരു കിടപ്പാട നിർമ്മിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങുമ്പോഴാണ് അധികാരവും പണവുമുള്ളവർ വയലുകൾ നികത്തി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത്. അനൂപ് വർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. UDF ഭരണകാലത്ത് മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിൽ കാലതാമസം വരുത്തുന്നുവെന്ന് ആക്ഷേപിച്ച ഇടതുപക്ഷം മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് ഉപയോഗിക്കേണ്ട കരിങ്കല്ല് കടത്തിക്കൊണ്ടുപോയ ദാരുണ സംഭവത്തിന് മറുപടി പറയണമെന്ന് മുൻ DCC പ്രസിഡന്റ് KL പൗലോസ് ആവശ്യപ്പെട്ടു. വയനാട്ടിന്റെ സ്വപ്ന പദ്ധതിയായ മെഡിക്കൽ കോളേജിന് വേണ്ടി ഇറക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ കരിങ്കല്ല് മറിച്ചുവിൽക്കുന്നത് സംബന്ധിച്ച വയനാട് ന്യൂസ് വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മെഡിക്കൽ കോളേജ് കാലതാമസം വരുന്നുവെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വയനാട്ടിന്റെ ഏറ്റവും ഒന്നാമത്തെ പ്രശ്നം വയനാട് മെഡിക്കൽ കോളേജ് സബലീകരിക്കുക എന്ന് പ്രഖ്യാപിച്ച കൽപ്പറ്റ MLAയും ഇടതുപക്ഷവും ഇന്ന് മറുപടി പറയേണ്ട ദാരുണമായ ഒരു അനുഭവമാണ് വയനാട് മെഡിക്കൽ കോളേജ് കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. UDF സർക്കാരിന്റെ കാലത്ത് ടെൻഡർ ചെയ്ത് നിർമ്മാണം ആരംഭിച്ച മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡിന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ കരിങ്കല്ല്, റോഡ് നിർമ്മാണത്തിന് ഇറക്കിയ കരിങ്കല്ല് ഇപ്പോൾ അവിടുന്ന് രഹസ്യമായി അടിച്ചു പുറത്തു കൊണ്ടുപോയി വിറ്റ് കരിഞ്ചന്തയിൽ വലിയ പണമുണ്ടാക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വയനാട് മെഡിക്കൽ കോളേജ് അട്ടിമറിക്കാൻ തീവ്രശ്രമം നടക്കുകയാണെന്നും ഇതിനെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും കിസാൻ ജനത ജില്ലാ സെക്രട്ടറി NO ദേവസ്യ പറഞ്ഞു. മെഡിക്കൽ കോളേജ് സ്ഥലത്തെ കരിങ്കല്ലും മണ്ണും കടത്തിക്കൊണ്ടുപോയി മറിച്ചുവിൽക്കുന്നത് സംബന്ധിച്ച വയനാട് ന്യൂസ് എക്സ്ക്ലൂസീവിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ വയൽ പ്രദേശങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വിലയ്ക്ക് വിറ്റുകൊണ്ട് എടുക്കുന്ന ആളുകൾ അത് വയൽ പ്രദേശങ്ങളിൽ കൊണ്ട് വയലിലിട്ട് നികത്തുക ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് വസ്തുവാണത്. ഗവൺമെൻറ്റിന് ഒരു സ്വകാര്യ വ്യക്തിയോ അല്ലെങ്കിൽ ട്രസ്റ്റോ ഭൂമി കൈമാറി കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്, ഗവൺമെൻറ് സ്വത്താണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിൽ നിന്നാണ് വ്യാപകമായ രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കല്ല് അവിടെ നിന്ന് എടുത്തു മാറ്റി അതുമൊക്കെ വിലയ്ക്ക് വിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ വ്യാപകമായ രീതിയിൽ നടക്കുന്നത് സർക്കാർ വസ്തു കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റുമില്ലാതാണ് നടക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ആ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയും കാണിക്കുന്നില്ല. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരും. വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാന ടൂറിസം സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വയനാട് DTPCയിൽ നടപടി തുടങ്ങി. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർക്ക് അമ്പലവയലിലേക്ക് സ്ഥലം മാറ്റത്തിന് ശുപാർശ. എടക്കൽ, കുറുവ, പൂക്കോട്, കർലാട്, മാനന്തവാടി, പഴശ്ശി പാർക്ക് എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഉടൻ. വയനാട് ന്യൂസ് ബ്രേക്കിംഗ്. ഈ മാസം 6-ന് ചേർന്ന DTPC യോഗമാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ 3 വർഷം പൂർത്തിയാക്കിയ മുഴുവൻ ജീവനക്കാരെയും മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. DTPC അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറായിരുന്നയാളെ അമ്പലവയൽ മ്യൂസിയത്തിന്റെ ചുമതലയ്ക്ക് മാറ്റും. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറുടെ ചുമതല മറ്റൊരാൾക്ക് നൽകി. ഇത് സംബന്ധിച്ച ഉത്തരവ് ഇന്ന് പുറത്തുവന്നു. ആരോപണ വിധേയനായ വ്യക്തിക്കെതിരെ വിജിലൻസ് റിപ്പോർട്ട് പ്രകാരം നടപടി സ്വീകരിക്കാൻ ടൂറിസം സെക്രട്ടറി 1136A4 TSA നമ്പർ 395A4 ഉത്തരവുകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ്
മെയ് 6 യോഗം ചേർന്ന വയനാട് DTPC എക്സിക്യൂട്ടീവ് നടപടികൾ തീരുമാനിച്ചത്. നിലവിൽ കർലാട്, പഴശ്ശി പാർക്ക്, എടക്കൽ DMC എന്നിവിടങ്ങളിൽ മാനേജർമാരുടെ ചുമതല വഹിക്കുന്നവരും ആരോപണ വിധേയരാണ്. നടത്തിപ്പിലെ പാളിച്ചകൾ മൂലം DTPC ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും പാതി വഴി നിലച്ചിരിക്കുകയാണ്. 2013 ഏപ്രിൽ 13 മുതൽ കഫ്റ്റീരിയ, ഐസ്ക്രീം പാർലർ, സുവനീർ ഷോപ്പ്, ഇന്റർനെറ്റ് വീഡിയോ ഗെയിം സെന്റർ എന്നിവയുടെ നടത്തിപ്പ് കൊളകപ്പാറ സ്വദേശിക്ക് ലേലത്തിൽ കൈമാറിയിരുന്നു. മാസം 14,870 രൂപയാണ് വാടക. വാടക ഇനത്തിൽ നൽകേണ്ട 1,78,440 രൂപയ്ക്ക് ഇവർ DTPCക്ക് കൈമാറിയിരിക്കുന്നത് 44,700 രൂപയും 88,000 രൂപയുടെ വണ്ടിച്ചെക്കുമാണ്. ഇവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ശുപാർശ ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ അവഗണിച്ചു. DTPCയിലെ ഉദ്യോഗസ്ഥ ലോബികൾ സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി വൻ കൊള്ളയും അഴിമതിയും നടത്തുന്നതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വണ്ടിച്ചെക്ക് നൽകിയ കേസിലും 4 വർഷമായി കരാർ പുതുക്കാത്ത വിഷയത്തിലും നടപടി സ്വീകരിക്കാതെ ഫയലിൽ കാലതാമസം വരുത്തിയതിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് സൂചനയുണ്ട്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. നിലമ്പൂർ വയനാട് നഞ്ചൻകോട് റെയിൽവേ പാത അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാതയുടെ വിശദ സർവേക്ക് അനുവദിച്ച തുക DMRCക്ക് ഉടൻ കൈമാറണം, അല്ലാത്തപക്ഷം നിരാഹാര സമരവുമായി രംഗത്ത് വരുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ്. കേന്ദ്ര സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തുകയും DPR തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തുക അനുവദിക്കുകയും ചെയ്ത വയനാട് നഞ്ചൻകോട് റെയിൽവേ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. പാതയുടെ സർവേ നടപടികൾ ഏറ്റെടുത്ത DMRCക്ക് DPR തയ്യാറാക്കുന്നതിനായി ആദ്യ ഗഡുവായി അനുവദിച്ച 2 കോടി രൂപ നൽകാത്ത സർക്കാർ നടപടിയാണ് പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നതും. ഇതിനു പിന്നിൽ ഭരണാധികാരി ഉദ്യോഗസ്ഥ ലോബി പ്രവർത്തിക്കുന്നതായാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിങ് ബത്തേരി യൂണിറ്റ് പ്രത്യക്ഷ സമരപരിപാടിക്ക് തയ്യാറെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിരാഹാര സമരമടക്കം നടത്താനാണ് തീരുമാനം. ഈ വിഷയത്തിൽ സംസ്ഥാന ഗതാഗത വകുപ്പ് സെക്രട്ടറിയുടെ പ്രസ്താവനകൾ സംശയങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ സമരപരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ്. DMRCക്ക് അനുവദിച്ച 2 കോടി രൂപ കേരള സർക്കാർ എത്രയും പെട്ടെന്ന് DMRCക്ക് കൈമാറുകയും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലാകെ അംഗീകരിക്കപ്പെട്ട 2 പദ്ധതികളിലായ ഒന്ന് നെഞ്ചൻകോട് റെയിൽവേ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ലോബി പരിശ്രമിക്കുന്നതാണ് അറിയപ്പെട്ടത്. ഈ 2 കോടി രൂപ എത്രയും പെട്ടെന്ന് DMRCക്ക് നൽകുകയും റെയിൽവേ പദ്ധതി തുടങ്ങുകയും ചെയ്തില്ലെങ്കിൽ മറ്റ് നിരാഹാര അടക്കമുള്ള സമരപരിപാടികളുമായി യൂത്ത് വിങ്, കേരള വ്യാപാരി വ്യവസായ യൂത്ത് വിങ് സമര മുന്നോട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് ന്യൂസ്, ബത്തേരി. കേരളത്തിലെ കർഷകർ പ്രതിസന്ധിയുടെ നടുവിലാണെന്നും പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞ 5 കൊല്ലം സംസ്ഥാനം ഭരിച്ച UDFനാണെന്നും CPI ദേശീയ സമിതി അംഗം CN ചന്ദ്രൻ. കർഷകരുടെ പ്രശ്നങ്ങളിൽ UDF ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. കാർഷിക പ്രതിസന്ധി മൂർച്ഛിക്കാൻ ഇതാണ് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള അഗ്രികൾച്ചറൽ ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷന്റെ 2 ദിവസത്തെ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് അമ്പലവയലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമ്പലവയൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ച ക്യാമ്പിൽ KATSA സംസ്ഥാന പ്രസിഡന്റ് KP സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. CM സുധീഷ്, വിജയൻ ചെറുകര, PK മൂർത്തി, സുകേശൻ പുലിക്കാട്, R സിന്ധു, VP ആന്റണി, ഹാരിസ്, മനോജ്, മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനം പൊതുവെയും കാർഷിക മേഖല പ്രത്യേകിച്ചും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ക്യാമ്പ് ചർച്ച ചെയ്യും. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് സമർപ്പിക്കുകയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. കേരളത്തിലെ കാർഷിക മേഖലയിൽ വളരെ ശക്തമായ പ്രതിസന്ധികളുണ്ട്. ആ കാർഷിക പ്രതിസന്ധിക്കിടയാക്കിയത് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ നടത്തിവരുന്ന UDFന്റെ ഭരണമാണ്. കാർഷിക മേഖലയിൽ ഇടപെടാനും ഉൽപാദന വർധനവുന്നത് നമ്മുടെ ഭാഷയിലേക്കാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തുന്നതിനെ സ്വീകരിക്കാൻ പ്രതിബദ്ധതയോടുകൂടിയുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ബിനേഷ് മാത്യു, വയനാട് ന്യൂസ്, അമ്പലവയൽ. വാർത്തകൾ തുടരുന്നു. അമ്പുകുത്തി ഗോവിന്ദമൂലയിലെ തടാകക്കരയിൽ കണ്ടെത്തിയ ശിലാചിത്രങ്ങളുടെ വിശദ പഠനത്തിന് പുരാവസ്തു വകുപ്പിന്റെ വിദഗ്ധ സംഘം ജില്ല സന്ദർശിക്കും. കേരള പുരാവസ്തു വകുപ്പിലെ ഗവേഷകൻ ഡോക്ടർ അജിത് കുമാർ കഴിഞ്ഞ ദിവസം ശിലാചിത്രങ്ങൾ പരിശോധിച്ച ശേഷം അറിയിച്ചതാണ് ഇക്കാര്യം. തവരിമലയിലെ ദീർഘരേഖകൾ കൊണ്ടുള്ള ജ്യോമിതീയ രൂപങ്ങളുമായി അമ്പുകുത്തി താഴ്വരയിലെ രേഖകൾക്ക് സാമ്യമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വയനാടിന്റെയും ദക്ഷിണേന്ത്യയുടെയും പ്രാചീന ചരിത്രത്തിലേക്ക് പുതിയ വെളിച്ചം വീശാൻ ഉതകുന്നതാണ് പുരാസ്മാരകമെന്നും
ഇത് സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ പുരാവസ്തു വകുപ്പിന് കത്തെഴുതിയിരുന്നു. ഇതേ തുടർന്നാണ് ഡോക്ടർ അജിത് കുമാർ വയനാട്ടിലെത്തിയത്. 1984 തൊവരി ചിത്രങ്ങളും ഈ അടുത്ത കാലത്ത് ഗോവിന്ദമൂലയിലെ ശിലാചിത്രങ്ങളും വെളിച്ചത്ത് കൊണ്ടുവന്നത് വയനാട് രേഖകളുടെ ഗ്രന്ഥകർത്താവായ OK ജോണിയാണ്. തൊവരിമല, ഗോവിന്ദമൂല, എടയ്ക്കൽ ശിലാലിഖിതങ്ങൾ നവീന ശിലായുഗകാലം മുതൽ ഇവിടെ മനുഷ്യവാസമുണ്ടായിരുന്നതിന്റെ തെളിവാണ്. ശിലാചിത്രങ്ങൾ സന്ദർശകർ വികൃതമാക്കുന്നത് തടയാൻ സ്ഥലത്ത് പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വയനാട് ന്യൂസ്, അമ്പലവയൽ. വിദ്യാഭ്യാസ വായ്പയെടുത്ത വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വായ്പാ തിരിച്ചടവിന്റെ പേരിൽ ബാങ്ക് അധികൃതർ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തുന്നതായി പരാതി. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ വായ്പക്കാരെയാണ് ബാങ്കുകൾ ജപ്തി ഭീഷണി മുഴക്കി ഭയപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസ വായ്പയ്ക്ക് സംസ്ഥാന ഗവൺമെന്റ് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിട്ടും ബാക്കി തുകയ്ക്കു വേണ്ടി ബാങ്കുകൾ നിർബന്ധം പിടിക്കുകയാണെന്ന് ആക്ഷേപം. പഠനം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ വിദ്യാഭ്യാസ വായ്പ എടുത്തവരുടെ വീടുകളിലെത്തി ബാങ്ക് അധികൃതർ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് പരാതി. വായ്പ എടുത്ത് കോഴ്സുകൾ പൂർത്തിയാക്കിയെങ്കിലും ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വരൾച്ചയും കൃഷിനാശവും മൂലം പൊതുവെ പുൽപ്പള്ളി മുള്ളൻകൊല്ലി പ്രദേശങ്ങൾ സാമ്പത്തിക തകർച്ചയിലാണ്. അതിനു പുറമെയാണ് വായ്പക്കാർ തൊഴിലിൽ പ്രവേശിച്ചില്ലെന്ന പ്രശ്നം. വിവിധ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് വായ്പക്കാർ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മറ്റും പരാതി നൽകിയെങ്കിലും വായ്പക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ബാങ്കുകൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നത് കടുത്ത പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുകയാണ്. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. പാടിച്ചിറ വില്ലേജിൽപ്പെട്ട കർഷകർക്ക് ഭൂമിയുടെ നികുതി അടച്ച് പുതുക്കി നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും പരാതി. റിസർവേയുമായി ബന്ധപ്പെട്ട പരാതി നൽകിയ കർഷകരുടെ ഭൂമിയുടെ നികുതി പുതുക്കി നൽകാത്തതിനാൽ ബാങ്കുകളിൽ ലോൺ എടുക്കുന്നതിനോ മറ്റാവശ്യങ്ങൾക്കോ കഴിയുന്നില്ല. 2016 ജനുവരി 1 മുതൽ പാടിച്ചിറ വില്ലേജിൽ റീസർവേ പ്രവർത്തനം പൂർത്തിയായെന്ന് റവന്യൂ വകുപ്പ് പ്രഖ്യാപനം നടത്തിയെങ്കിലും പകുതിയോളം കർഷകരുടെ ഭൂമികൾക്ക് ഇപ്പോഴും രേഖയില്ല. കർഷകർ റീസർവേ പുതുക്കി ഭൂമി അളക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകി. 1 വർഷം പിന്നിടുമ്പോഴും റീസർവേ അധികൃതർ ഭൂമി അളക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതുമൂലം ഇവിടെ ഭൂമി വിൽക്കാനോ വാങ്ങാനോ കഴിയാത്ത അവസ്ഥയാണ്. റീസർവേയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വില്ലേജിലെത്തുന്നവരെ അധികൃതർ മാനന്തവാടി റീസർവേ ഓഫീസിലേക്ക് പറഞ്ഞയക്കുകയാണ്. റീസർവേയിലെ അപാകതയുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും പ്രശ്നത്തിന് ഒരു പരിഹാരവുമായില്ല. പാടിച്ചിറ വില്ലേജിൽ റീസർവേയിലെ അപാകതകൾ പരിഹരിച്ച് കർഷകർക്ക് നികുതി അടയ്ക്കാൻ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ബെന്നി മാത്യു, വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ചളിക്കുളമായി മാനന്തവാടി പള്ളിക്കൽ പാതിരിച്ചാൽ റോഡ്. അശാസ്ത്രീയമായി നിർമ്മിച്ച എടവക ഗ്രാമപഞ്ചായത്തിലെ പള്ളിക്കൽ പാതിരിച്ചാൽ റോഡിൽ കാൽനട യാത്ര പോലും അസാധ്യമായി. എടവക വെള്ളമുണ്ട പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും വെള്ളമുണ്ടയിലേക്ക് എളുപ്പമാർഗവും കൂടിയായ റോഡിലൂടെയുള്ള യാത്രയാണ് പ്രദേശവാസികൾക്ക് ദുരിതമായി മാറിയത്. പാതിരിച്ചാൽ റോഡിൽ നിന്നും ആലമുക്കിലേക്ക് അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മിച്ചതോടെയാണ് പ്രദേശവാസികളുടെ ദുരിതം ആരംഭിക്കുന്നത്. മഴ പെയ്തതോടെ ആലമുക്ക് റോഡിൽ നിന്നും മണ്ണ് കുത്തിയൊലിച്ച് പാതിരിച്ചാൽ റോഡിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതോടെയാണ് റോഡ് ചളികൊണ്ട് നിറയാൻ തുടങ്ങിയത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കാൽനടയായി സഞ്ചരിക്കുന്ന റോഡാണിത്. റോഡിൽ മുഴുവൻ ചളിയായതിനാൽ തന്നെ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ മാറി നിൽക്കാനോ ഇതിലൂടെ നടന്നു പോകാനോ കഴിയാത്ത സാഹചര്യമാണ്. ഇരുചക്ര വാഹനങ്ങളും മറ്റും അതിസാഹസികമായാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രദേശത്ത് താമസിക്കുന്നത്. ആലമുക്ക് റോഡ് 1 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. എന്നാൽ വെള്ളം ഒലിച്ചു പോകുന്നതിന് ഓവുചാലുകളോ മറ്റു ബദൽ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാലാണ് ചെറിയ മഴ പെയ്യുമ്പോൾ പോലും മണ്ണ് ഒലിച്ചിറങ്ങാൻ കാരണം. ടെൻഡർ നൽകി നടത്തിയ പ്രവൃത്തികളായതിനാലാണ് റോഡ് നിർമ്മാണം അശാസ്ത്രീയമായി മണ്ണൊലിച്ചിറങ്ങി തങ്ങൾക്ക് ദുരിതമായി മാറിയതെന്നും ഇതിനെതിരെ പഞ്ചായത്തിൽ പരാതി നൽകിയതായും നടപടികൾ ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. യാതൊരു വിധ വണ്ടിക്ക് പോയിക്കൂടെ നടന്നിട്ടും പോയിക്കൂടെ അത്ര അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പോയിരുന്നു. അവർ ബോർഡ് മീറ്റിങ്ങിൽ വെക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോഴേക്ക് ഇത് മഴക്കാലം കഴിയും, ബോർഡ് മീറ്റും പാസ്സാൻ പറ്റും. അതിനു മുമ്പേ ഇതൊന്ന് പെട്ടെന്നൊരു പ്രശ്ന പരിഹാരത്തിന്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കേരള വിധവാ സംഘം 2ാമത് ജില്ലാ സമ്മേളനം നാളെ രാവിലെ 10 മണിക്ക് ബത്തേരി കോട്ടക്കുന്ന് ഹിൽഡ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ബത്തേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്നും വന്യമൃഗശല്യം, വിധവാ പെൻഷൻ, അവകാശ സംരക്ഷണം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള വിധവാ സംഘത്തിന്റെ 2ാമത് ജില്ലാ സമ്മേളനം സുൽത്താൻ ബത്തേരിയിലെ ഹിൽഡ ക്രിസ്റ്റ് ഹോമിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ജില്ലാ സമ്മേളനം ശ്രീ IC ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി K ഗിരിജ അധ്യക്ഷപദം അലങ്കരിക്കും.
എടവക ഗ്രാമപഞ്ചായത്തിൽ 2017-18 വർഷത്തേക്ക് വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന് സംഘടിപ്പിച്ച വികസന സെമിനാർ പഞ്ചായത്ത് സ്വരാജ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാ വിജയൻ അധ്യക്ഷയായിരുന്നു. വികസന രേഖ പ്രകാശനം ബ്ലോക്ക് പ്രസിഡന്റ് പ്രീതാരാമനും പദ്ധതി രേഖ അവതരണം നജ്മുദ്ദീൻ മുടമ്പത്തും പൗരാവകാശ രേഖ പ്രകാശനം AR ജയകൃഷ്ണനും നിർവഹിച്ചു. ആമിന അവറാൻ, ജിൽസൺ തൂപ്പുങ്കര, ആഷ മെജോ, ഫാത്തിമ ബീഗം തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കുകൾ അമിത ചാർജ് ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള യൂത്ത് ഫ്രണ്ടും വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരി SBI ബാങ്കിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ പരിപാടി കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് KJ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് TG ചെറുതോട്ടിൽ അധ്യക്ഷനായിരുന്നു. TL സാബു, TS ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ചരിത്ര വിജയവുമായി ജില്ലയിലെ SPC കേഡറ്റുകൾ. പരീക്ഷ എഴുതിയ 710 SPC കേഡറ്റുകൾ എല്ലാവരും വിജയിച്ചു. ഇതിൽ 152 പേർ ആദിവാസി വിദ്യാർത്ഥികളാണെന്നതും ചരിത്ര നേട്ടം. 11 പേർക്ക് A+. സ്കൂൾ വിദ്യാർത്ഥികളെ കഴിവും ഉത്തരവാദിത്തബോധവുമുള്ള ഉത്തമ പൗരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ തെരഞ്ഞെടുത്ത സ്കൂളുകളിൽ നടപ്പിലാക്കിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഇത്തവണത്തെ 10ാം തരം പരീക്ഷയിൽ മികവാർന്ന നേട്ടം. ജില്ലയിൽ പരീക്ഷ എഴുതിയ മുഴുവൻ SPCI കേഡറ്റുകളും SSLC പരീക്ഷയിൽ വിജയിച്ച് ചരിത്ര നേട്ടം കുറിച്ചു. 2010-ലാണ് ജില്ലയിൽ SPCA ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിലായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ന് 5 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ, 2 എയ്ഡഡ് സ്കൂളുകൾ ഉൾപ്പെടെ 27 സ്കൂളുകളിൽ SPCA സജീവമാണ്. ജില്ലയിൽ 710 SPCA കേഡറ്റുകളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഇതിൽ മുഴുവൻ പേരും വിജയിച്ചതാണ് കുട്ടി പോലീസിന് പൊൻതൂവലായത്. ഇതിൽ 36 കുട്ടികളും മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. ആദിവാസി വിഭാഗത്തിൽ 172 പേർ പരീക്ഷ എഴുതി മുഴുവൻ പേരും വിജയിച്ചത് ശ്രദ്ധേയമായ നേട്ടമായി. ഇതിൽ 11 കുട്ടികൾ 9 വിഷയങ്ങളിൽ A+ഉം കരസ്ഥമാക്കി. ഉന്നത വിജയം നേടിയ കേഡറ്റുകളിൽ ഭൂരിഭാഗവും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന രക്ഷിതാക്കളുടെ കുട്ടികളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ SC/ST വകുപ്പുകളുടെ ധനസഹായത്തോടെയാണ് SPC പദ്ധതി നടപ്പിലാക്കി വരുന്നത്. സ്കൂളുകളിൽ SPC കേഡറ്റുകളുടെ അനുപാതം മൊത്തം വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ 15% മാത്രമാണ്. കുട്ടികളിൽ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും കായികക്ഷമതയും ഉറപ്പുവരുത്തുന്നതിൽ SPC വിജയിച്ചതിന്റെ ഉദാഹരണമാണ് ഇത്തവണത്തെ SSLC പരീക്ഷാഫലം. വിവിധ സംഘടനകൾ SPCയെക്കുറിച്ച് നടത്തിയ സ്വതന്ത്ര അവലോകനങ്ങളും പഠനങ്ങളും പദ്ധതി കുട്ടികളിലും രക്ഷിതാക്കളിലും അധ്യാപകരിലും പോലീസ് സേനാംഗങ്ങളിലും ഉണ്ടാക്കിയ ഗുണപരമായ മാറ്റങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. സ്കൂളുകളിൽ പ്രധാനാധ്യാപകനില്ല. RMSA കോർഡിനേഷൻ കമ്മിറ്റി വീണ്ടും സമരത്തിലേക്ക്. ജില്ലയിൽ 2ാം ഘട്ടത്തിൽ അനുവദിച്ച 5 സ്കൂളുകളിലാണ് പ്രധാനാധ്യാപകരില്ലാത്തത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പുതിയ അധ്യയന വർഷാരംഭത്തിൽ DD ഓഫീസ് ഉപരോധിക്കും. ജില്ലയിൽ 2012-13 വർഷത്തിൽ അനുവദിച്ച ബീനാച്ചി, തേറ്റമല, കുറുമ്പാല, പുളിഞ്ഞാൽ, റിപ്പൺ എന്നീ RMSA ഹൈസ്കൂളുകളിലാണ് പ്രധാനാധ്യാപകരില്ലാത്തത്. ഇവിടെ നിലവിൽ മലയാളം എടുക്കുന്ന അധ്യാപകർക്കാണ് പ്രധാനാധ്യാപകന്റെ ചുമതല. ഇത് കാരണം സ്കൂൾ നടത്തിപ്പും മീറ്റിംഗിനും പോകേണ്ടി വരുന്നതിനാൽ കൃത്യമായി പാഠഭാഗങ്ങൾ എടുത്തു തീർക്കാൻ കഴിയാതെ വരുന്നുണ്ട്. പ്രധാനാധ്യാപകരില്ലാതെ 2 SSLC ബാച്ചുകൾ ഇവിടെ നിന്നും പുറത്തിറങ്ങി. എന്നിട്ടും ഇതുവരെ ഈ സ്കൂളുകളിൽ HMനെ നിയമിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ സ്കൂളുകളിൽ എല്ലാം തന്നെ SSLC പരീക്ഷകളിൽ നല്ല വിജയം നേടാനും കഴിഞ്ഞിട്ടുമുണ്ട്. 4 അല്ലെങ്കിൽ 5 അധ്യാപകരെ മാത്രമാണ് വകുപ്പ് ഇത്തരം സ്കൂളുകളിൽ നിയമിച്ചിട്ടുള്ളൂ. ഇതിൽ ഇംഗ്ലീഷ് എടുക്കാൻ അധ്യാപകരില്ലാത്തതിനാൽ PTA പണം മുടക്കിയാണ് അധ്യാപകരെ വെച്ചിരിക്കുന്നത്. തേറ്റമല സ്കൂളിൽ UPയിലും ഹൈസ്കൂളിലും HM തസ്തിക ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. ഇതുവരെയും തൽസ്ഥാനത്തേക്ക് ആരെയും പോസ്റ്റ് ചെയ്തിട്ടുമില്ല. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്കൂളുകൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് അവഗണിക്കുകയാണെന്നാണ് ആരോപണം. ഇതിന് പരിഹാരമായില്ലെങ്കിൽ പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ ആരംഭ ദിവസം DD ഓഫീസ് ഉപരോധിക്കാനാണ് RMSA കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഇപ്രാവശ്യം പല സ്കൂളുകൾ, ഗവൺമെൻറ് ഹൈസ്കൂളുകളിൽ നിന്ന് അധ്യാപകരെ പിൻവലിക്കുക. സ്കൂളുകളിൽ ആവശ്യത്തിന് കുട്ടികളുണ്ട്, പക്ഷെ അധ്യാപകരെ കൊടുക്കുന്നില്ല. അത് നിലനിൽക്കുമ്പോൾ തന്നെ കുട്ടികൾ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ജൂൺ മാസം 1-ാം തീയതി തന്നെ പ്രധാന അധ്യാപകർ ജില്ലയിലെ ഈ പറഞ്ഞ 5 സ്കൂളുകളിൽ വന്നില്ലെങ്കിൽ 1-ാം തീയതി ഞങ്ങൾ DD ഓഫീസ് ഉപരോധിക്കുന്ന അടക്കമുള്ള സമരപരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വയനാട് ന്യൂസ്, ബത്തേരി. CK രാഘവൻ മെമ്മോറിയൽ ITEയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിൽ ഗസൽ 2017 സമഗ്ര സഹവാസ ക്യാമ്പ് നടത്തി. ഡയറ്റ് സീനിയർ ലെക്ചറർ KJ മോളി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PK റജി അധ്യക്ഷനായിരുന്നു. CKRM ട്രസ്റ്റ് ചെയർമാൻ KR ജയറാം, ഷൽനി ഫിലിപ്പ്, KR ജയരാജ്, ഷീല ജയപ്രകാശ്, നീതു രജിത ട്വിങ്കിൾ, ദേവി ER എന്നിവർ സംസാരിച്ചു. ജയശ്രീ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതുതായി നിർമ്മിച്ച ഹോസ്റ്റലിന്റെ ഉദ്ഘാടനം പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ നിർവഹിച്ചു. സ്കൂൾ മാനേജർ KR ജയരാജ് അധ്യക്ഷനായിരുന്നു. PK റജി, KR ജയരാജ്, റാണി വർഗീസ് എന്നിവർ സംസാരിച്ചു. നമുക്ക്
വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്കും PTA-ക്കും ഒക്കെ ചേർന്ന് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയും പൊതുരംഗത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കാം. നമുക്ക് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ വയനാടിനെ അറിയിച്ചു തന്നിട്ടുള്ള നമ്മുടെ ചാനലുകൾ അത് കേവലം വാർത്തകളെ അറിയിച്ചു തരിക മാത്രമല്ല, ഒരു സന്ദേശം കൂടി കൊടുക്കുവാൻ അവർക്ക് കഴിയുന്നു എന്നതാണ് ഈ സിറ്റി ക്ലബ്ബ് പോലെയുള്ള. നഷ്ടപ്പെടുന്ന പരിസ്ഥിതിയെ വീണ്ടെടുക്കാൻ സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ വനവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. വരൾച്ചയും കൃഷിനാശവും പിടിമുറുക്കിയ പുൽപ്പള്ളി മേഖലയെ ഹരിതാഭമാക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതി ദിനം വരെ നീളുന്ന വനവൽക്കരണ പരിപാടി പ്രത്യേകം ആസൂത്രണം ചെയ്താണ് നടപ്പാക്കുന്നത്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈകൾ ധാരാളം നടാറുണ്ടെങ്കിലും അതൊന്നും വേണ്ട രീതിയിൽ പരിപാലിക്കപ്പെടുന്നില്ല. ഇതിന്റെ ഫലമാണ് കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും. ഇതിന് പരിഹാരമെന്ന വണ്ണമാണ് സിറ്റി ക്ലബ്ബ് പുതിയ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 100ഓളം വരുന്ന ക്ലബ് അംഗങ്ങൾ അവരുടെ കൃഷിയിടത്തിൽ 25ഓളം വൃക്ഷത്തൈകൾ നടും. ഈ വൃക്ഷത്തൈകൾ വേണ്ടവിധം പരിപാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും. രണ്ടാം ഘട്ടത്തിൽ ക്ലബ് അംഗങ്ങൾ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും കൃഷിയിടത്തിൽ വൃക്ഷത്തൈ നട്ട് പരിപാലിക്കും. ഇതിനു മുന്നോടിയായി മരങ്ങൾ നട്ടു വളർത്തേണ്ടത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തും. മാവ്, പ്ലാവ്, പേര, സപ്പോട്ട, ബട്ടർഫ്രൂട്ട്, നെല്ലി, പുളി തുടങ്ങിയ ഫലവൃക്ഷങ്ങളാണ് നടാൻ ഉദ്ദേശിക്കുന്നത്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ, സ്വാശ്രയ സംഘങ്ങൾ, മറ്റ് പരിസ്ഥിതി സംഘടനകൾ എന്നിവയുമായി ചേർന്ന് വൃക്ഷത്തൈ നടാനും പദ്ധതിയുണ്ട്. സർക്കാർ ഓഫീസ് പരിസരത്തും വൃക്ഷത്തൈ നട്ട് പരിപാലിക്കും. ഫലവൃക്ഷത്തൈകൾക്ക് പുറമെ ചോലമരങ്ങളും പൂമരങ്ങളും വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി നടും. പുൽപ്പള്ളി മേഖലയിൽ മാത്രം 10,000ഓളം വൃക്ഷത്തൈ നടാനാണ് ക്ലബ്ബ് ഒരുങ്ങുന്നത്. ഒരു മാസം നീളുന്ന പരിപാടിയിൽ ജില്ലയിലെ വിവിധ നഴ്സറികളിൽ നിന്ന് കൊണ്ടുവരുന്ന വൃക്ഷത്തൈകളാണ് നടുക. പുൽപ്പള്ളിയിൽ വനവൽക്കരണ പദ്ധതി പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നടത്താറുണ്ട്. പക്ഷെ അത് സ്ഥിരം സംവിധാനമായി വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവും മനസ്സിലാക്കി മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വലിയൊരു അപകടം നേരിടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാധ്യമപ്രവർത്തകർ അടങ്ങുന്ന വയനാട് സിറ്റി ക്ലബ്ബ് വലിയൊരു സന്ദേശമാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നമുക്ക് ഒരു മാതൃകയാണ്. മറ്റെല്ലാ സംഘടനകളും സന്നദ്ധ സംഘടനകളും ഒക്കെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ഇതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനം അത് തുടർന്ന് സിറ്റി ക്ലബ്ബ് നടത്തുമ്പോൾ മറ്റ് സംഘടനകളും അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ പരിപാടിയാക്കി മാറ്റണമെന്ന്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ഇനി എഡിറ്റേഴ്സ് ചോയ്സ്. നീ മറഞ്ഞാലും തിരയടിക്കും നീലക്കുയിലെ നിൻ ഗാനമിന്നുമെന്ന നൊമ്പരഗാനത്തിന്റെ വിങ്ങൽ അത്രയും പാട്ടുകളെ സ്നേഹിക്കുന്നവർക്ക് സമ്മാനിച്ച മസ്തിഷ്കാർബുദത്തിന്റെ മരണവഴികളിൽ മറഞ്ഞുപോയ വയനാടിന്റെ ഓഫീസിനെ കുറിച്ചാണ് ഇന്ന് എഡിറ്റേഴ്സ് ചോയ്സ്. കോളിയാടിയിലെ കിളിക്കോട്ട് ബിജുവിനെ അത്ര വേഗം മറക്കാനാകുമോ വയനാട്ടുകാർക്ക്? 2015 ഡിസംബർ 7 ബ്രെയിൻ ട്യൂമറിന് കീഴടങ്ങി സുഹൃത്തുക്കൾക്കെല്ലാം ഉറ്റവനായിരുന്ന ബിജു മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു. നൊമ്പരച്ചീളുകൊണ്ടെന്നെറിഞ്ഞിട്ടും സങ്കടം തോന്നാഞ്ഞതെന്തേ? നൊമ്പരച്ചീളുകൊണ്ടെന്നെറിഞ്ഞിട്ടും സങ്കടം തോന്നാഞ്ഞതെന്തേ? മകരദീപം എന്ന ഭക്തിഗാന ആൽബം, നൊമ്പരച്ചീളുകൾ എന്ന ലളിതഗാനങ്ങളുടെ മറ്റൊരു ആൽബം, നിരവധി നാടകഗാനങ്ങൾ. ആഴവും മുഴക്കവുമുള്ള ആ സ്വരത്തിൽ മലയാളക്കര ബിജുവിന്റെ ഒട്ടനവധി ഗാനങ്ങൾ കേട്ട് അമ്പരന്നു നിന്നിട്ടുണ്ട്. പ്രണയഗാനങ്ങളിൽ പോലും ഏതോ മഹാസങ്കടത്തിന്റെ നനവ് ബിജു സൂക്ഷിച്ചിരുന്നു. ഒരുപക്ഷെ നടന്നടുക്കുന്ന മരണത്തിന്റെ നിശബ്ദമായ കാലൊച്ച ബിജു കേട്ടിരുന്നോ എന്ന് സംശയിച്ചു പോകും. സ്വരങ്ങളുടെ മാലാഖമാർ മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾക്ക് താങ്ങാനാവാത്ത വിധം ബിജുവിന്റെ തലച്ചോറിൽ നർത്തനം ചെയ്തതാണോ? വ്യക്തിജീവിതത്തിലെ പറയപ്പെടാത്ത സ്വകാര്യ ദുഃഖങ്ങളുടെ വിങ്ങലിൽ പ്രിയ ഗായകന്റെ ശിരസ്സു പിളർത്തിയിരുന്നോ? ഒന്നും നമുക്കറിയില്ല. 2013 താൻ രോഗിയാണെന്ന് ബിജു തിരിച്ചറിയുന്നത്. ചികിത്സ 2 വർഷം തുടർന്നു. ഒടുവിൽ താരസ്വരം ബാക്കിയാക്കി ബിജു പോയി. ഏറ്റവും മധുരതരമായ ഗാനങ്ങൾ ഏറ്റവും വിഷാദഭരിതമായ മനസ്സുകളിൽ നിന്നാണ് വരിക എന്നോർക്കുമ്പോൾ ഈ പാട്ടിന്റെ മാധുര്യത്തിൽ നിന്ന് ഊഹിക്കാം ജീവിത വിഷാദത്തിന്റെ ഗാഠത.
സ്വപ്നങ്ങൾക്ക് മടിയായിരുന്നു. സത്യം മനസ്സിലാക്കിയിടുവാനെന്നിലെ സ്വപ്നങ്ങൾക്ക് മടിയായിരുന്നു. ഭാര്യ സീന, മക്കളായ ഭാഗ്യലക്ഷ്മി, ശബരിനാഥ്, ഭാഗ്യനാഥ് എന്നിവർക്കു വേണ്ടി പാട്ടല്ലാതെ മറ്റൊന്നും നേടിവെക്കാതെയായിരുന്നു അവസാന യാത്ര. വല്ലതും സ്വരൂപിച്ചെങ്കിൽ അതെല്ലാം ചികിത്സയ്ക്കായി ചെലവഴിച്ചു. മക്കളെ നിസ്വരാക്കി ബിജു പോയെന്നു പറയാം. പാട്ടിനെയും ഈണങ്ങളെയും ഒന്നും ആരാധിക്കാത്ത ലോകത്ത് അച്ഛന്റെ പാട്ടിന്റെ നൊമ്പരച്ചീളുകളിൽ ഇതികർത്തവ്യതാമൂഢരായി വളരുകയാണ് ആശ്രയമറ്റ മക്കൾ. AP ഷാജി, വയനാട് ന്യൂസ്. കോളിയാടി കിളിക്കോട്ട് ബിജു എന്ന കലാകാരന്റെ അകാല നിര്യാണത്തെ തുടർന്ന് കുടുംബത്തെ സഹായിക്കാൻ വിവിധ പ്രവർത്തനങ്ങളുമായി സുഹൃത്തുക്കൾ. ബിജു ആലപിച്ച ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ആൽബം പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഈ സുഹൃത്ത് സംഘം. ധനസ്വരൂപണത്തിനായി മാസം 21-ാം തീയതി ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളായ അനിൽകുമാർ, ഹരിദാസ്, മുരളി, ജയൻ കുപ്പാടി, പ്രകാശ് വെള്ളരി, ആന്റണി ചീരാൽ എന്നിവർ ചേർന്നാണ് ബിജുവിന്റെ കുടുംബത്തെ സഹായിക്കാൻ സന്നദ്ധത കാണിച്ചിരിക്കുന്നത്. ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഈ മാസം 21-ന് പരിപാടികൾ ബത്തേരി MLA IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗാനമേള, ഹാസ്യനാടകം, ഫയർ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, മാജിക് ഷോ എന്നീ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തുക്കൾ അനിൽകുമാർ, അതുപോലെ ഹരിദാസൻ, ജയൻ കുപ്പാടി, മുരളി തുടങ്ങിയിട്ടുള്ള കുറേ ചെറുപ്പക്കാർ അവരൊന്നിച്ച് ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന തുക പൂർണ്ണമായും ബിജുവിന്റെ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുക. ആ കുടുംബത്തിനുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കണ്ടറിഞ്ഞ് ഞങ്ങളുടെ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയിലൂടെ ഒരു വീഡിയോ ആൽബം, അദ്ദേഹം ബിജു പാടിയ ഒരു ഗാനത്തിലൂടെ ഒരു വീഡിയോ ആൽബം ഞങ്ങളുടെ എല്ലാവരുടെയും കലാകാരന്മാരുടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണ്. അത് യാതൊരു പ്രതിഫലവും കൂടാതെയാണ് എല്ലാ കലാകാരും യോജിച്ച് ഇതിൽ സംഘടിതമായിരിക്കുന്നത്. അതിൻ്റെ ഈ അടുത്ത ദിവസം മെയ് 21-ാം തീയതി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം തന്നെ CD റിലീസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഓരോ സംഭാവന തുകയും ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും കൂട്ടായ്മയും സഹകരണവും ഒക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ 21-ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണവും കൂട്ടായ്മയും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. AP ഷാജി, വയനാട് ന്യൂസ്, ചിരാൽ. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/vaynaadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ ലഭിക്കാൻ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാടിന്റെ സ്വപ്ന പദ്ധതിയായ മെഡിക്കൽ കോളേജിന്റെ ചിറകരിയുന്നു. കരാറുകാരും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബിയും. മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിനുള്ള കരിങ്കല്ല് ക്രഷർ യൂണിറ്റുകൾക്ക് മറിച്ചു വിൽക്കുന്നു. ലോഡ് കണക്കിന് മണ്ണ് വിറ്റഴിച്ച് അനധികൃത വയൽ നികത്തലും. വാർത്ത ഞെട്ടിക്കുന്നതെന്ന് KL പൗലോസ്. അട്ടിമറിക്കെതിരെ അതിശക്തമായ സമരം നടത്തുമെന്ന് NO ദേവസ്യ. വയനാട് ന്യൂസ് എക്സ്ക്ലൂസീവ്. വിജിലൻസ് റിപ്പോർട്ടിൽ വയനാട് DTPC നടപടി തുടങ്ങി. ഉന്നതർക്ക് സ്ഥാനചലനം. വയനാട് ന്യൂസ് ബ്രേക്കിംഗ്. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത അട്ടിമറി ശ്രമത്തിനെതിരെ പ്രതിഷേധം പടരുന്നു. കേരളത്തിൽ കർഷകരെ പ്രതിസന്ധിയിൽ തള്ളിയിട്ടത് UDF ഭരണമെന്ന് CPI ദേശീയ സമിതി അംഗം CN ചന്ദ്രൻ. അമ്പുകുത്തി ഗോവിന്ദമൂല ശിലാചിത്രങ്ങളുടെ വിശദ പഠനത്തിന് പുരാവസ്തു വിദഗ്ധ സംഘം ജില്ലയിലെത്തും. വിദ്യാഭ്യാസ വായ്പയെടുത്തവർക്കെതിരെ പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലയിൽ ബാങ്കുകളുടെ ജപ്തി ഭീഷണി. SSLC പരീക്ഷയിൽ ചരിത്ര വിജയവുമായി SPC കേഡറ്റുകൾ. പരീക്ഷ എഴുതിയ 710 പേരും വിജയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.